പിന്നെ ക്രിസ്മസ് എക്സാമിന് ഉറപ്പായിട്ടും ദ ബുക്ക് ഓഫ് നേച്ചർ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണടാ സ്പീച്ച് എന്നുള്ളത്. സോ എങ്ങനെയാണ് ഒരു സ്പീച്ച് എഴുതുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ കൂടി മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ആക്ടിവിറ്റിയിൽ ദ ബുക്ക് ഓഫ് നേച്ചർ എന്നുള്ള ചാപ്റ്ററിന്റെ തേർഡ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ഒരു സ്പീച്ച് എഴുതാനുണ്ട്. സോ എങ്ങനെയാണ് അത് എഴുതുക, എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കൂടി സെറ്റ് ആക്കും. ആൻഡ് ക്രിസ്മസ് എക്സാമിന് സ്പീച്ചിൽ നിന്നുള്ള കംപ്ലീറ്റ് മാർക്കും നമ്മൾ നേടുന്നതാണ് കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ എന്താ സ്പീച്ച് എന്നുള്ളത് എൻ്റെ മക്കൾക്ക് അറിയാലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും സ്കൂളിലെ അസംബ്ലി ഒക്കെ കൂടുന്നതായിരിക്കും അല്ലെ, അസംബ്ലിയിൽ പങ്കെടുക്കാറുണ്ട്, അതുപോലെ തന്നെ പല പല പ്രോഗ്രാംസുകൾ വരുമ്പോൾ പങ്കെടുക്കാറുണ്ട്. അവിടെയൊക്കെ എപ്പോഴും ഒരു പ്രസംഗം ഉണ്ടാവും, ഒരു സ്പീച്ച് ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ആയിരിക്കാം, അല്ലെങ്കിൽ അസംബ്ലിയിലൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേനെ സംബന്ധിച്ചെടുത്ത് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സ്പീച്ചുകളൊക്കെ നടത്താറുണ്ട് അല്ലെ, അല്ലെങ്കിൽ സ്പീച്ച് കോമ്പറ്റീഷൻസ് നടത്താറുണ്ടാവും. ഓക്കെ, പ്രസംഗിക്കാൻ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് പ്രസംഗിക്കാൻ പറഞ്ഞിട്ട് സ്പീച്ച് കോമ്പറ്റീഷൻസ് നടത്തുന്നുണ്ടാവും അല്ലെ. സോ സ്പീച്ച് എന്താന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണ്. ഒരുപാട് ആൾക്കാർക്കിടയിൽ നമ്മൾ നിന്നിട്ട് എന്ത് ചെയ്യുക, ഒരു മാസിനോട് നമ്മൾ സംസാരിക്കുക, എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടോ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയിട്ടോ ഒരുപാട് ആൾക്കാരോട് നമ്മുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുക, അവർ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആരാധകരെ ശാന്തരാകുവിൻ എന്ന് പറഞ്ഞതുപോലെ യെസ്, ഇവിടെ ടൊവിനോ പറയുന്നുണ്ടല്ലേ ആരാധകരെ ശാന്തരാകുവിൻ എന്ന്. സോ അവിടെ ടൊവിനോ ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. അപ്പൊ ആദ്യം ആ ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആരാധകരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എന്ത് നടന്നിട്ടുള്ളത്, നമ്മുടെ ടൊവിനോ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ എപ്പോഴും ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഓഡിയൻസ് ആരെയാണ് അവർ നമ്മൾ അഡ്രസ് ചെയ്യണം അല്ലെ. സോ ഇതിനെയാണ് നമ്മൾ സല്യൂട്ടേഷൻ അല്ലെങ്കിൽ ഗ്രീറ്റിംഗ് ദ ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ സല്യൂട്ട് ചെയ്യാനല്ല, സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഡിയൻസിനെ അഡ്രസ് ചെയ്യണം. സോ സ്കൂളിലാണ് നമ്മളൊരു സ്പീച്ച് നടത്തുന്നതെങ്കിൽ ഗുഡ് മോർണിംഗ് എവ്രി വൺ, ഡിയർ പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇഫ് ദർ ആർ ഗസ്റ്റ് ഓഫ് ഓണർ യു ഷുഡ് അഡ്രസ് ദം ഫസ്റ്റ് അല്ലെ. ഇപ്പോൾ വല്ല ഗസ്റ്റുകളെ നമ്മൾ വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനോഗ്രേഷന്റെ സ്പീച്ച് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഗസ്റ്റിനെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അഭിസംബോധന ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഓണറബിൾ ഡിഗ്നിറ്ററീസ് ഓൺ ആൻഡ് ഓഫ് ദ ഡൈസ് അല്ലെ. സ്റ്റേജിന് പുറത്തും അകത്തുമുള്ള പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ ഓണറബിൾ ആയിട്ടുള്ള ആദരവ് അർഹിക്കുന്ന അല്ലെങ്കിൽ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ വ്യക്തികളെ ആൻഡ് ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഇനി ഒരു ജനറൽ ആയിട്ട് നിങ്ങളൊരു സ്പീച്ച് പറയുകയാണെങ്കിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. സോ എപ്പോഴും എൻ്റെ മക്കൾ ആലോചിക്കുക, ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സല്യൂട്ടേഷൻ വേണം എന്ന് ആലോചിക്കാം. ആൻഡ് നെക്സ്റ്റ് നമ്മൾ എന്തിനെ പറ്റിയിട്ടാണോ ആ ഒരു സ്പീച്ച് നടത്തുന്നത് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇവിടെ മലർ മിസ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സ്പീച്ചിന്റെ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഇൻട്രൊഡ്യൂസിങ് ദ ടോപ്പിക്. അപ്പൊ ദി ഇമ്പോർട്ടൻസ് ഓഫ് ദ ഡേ അല്ലെ. ഇപ്പൊ ഏതെങ്കിലും ഒരു ഡേനെ പറ്റിയിട്ടാണ്, ഇപ്പൊ ഗാന്ധി ജയന്തിനെ പറ്റിയിട്ടാണെങ്കിൽ ആ ഗാന്ധി ജയന്തി എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ബർത്ത്ഡേ ആണ്, ഗാന്ധി ഫാദർ ഓഫ് ദ നേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ടോപ്പിക്കിനെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആൻഡ് ദ റെലവൻസ് ഓഫ് യുവർ ടോപ്പിക്, എന്നിട്ട് ആ ഒരു ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടും അതിൽ എന്തെങ്കിലും സബ് ടോപ്പിക്സ് ഒക്കെ പറയാനുണ്ട് എന്നതിനൊക്കെ പറ്റിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ എഴുതി വരാം. ഓക്കെ, 2 3 പാരഗ്രാഫ് എന്ത് ചെയ്യുക, ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് എൻ്റെ മക്കൾ എഴുതുക. അതിനുശേഷം 2 3 പാരഗ്രാഫ് അല്ല, 2 3 സെന്റൻസുകൾ എന്ത് ചെയ്യുക, ആ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ടോപ്പിക്കിന് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ആ ഒരു സ്പീച്ചിന്റെ ബോഡിയിലെ ആ ഒരു ബോഡിയിലേക്ക് നമ്മൾ വരേണ്ടത്. ബോഡിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആഡ് ചെയ്യേണ്ടത്, ഡീറ്റെയിൽഡ് ടോപ്പിക് ആൻഡ് സബ് ടോപ്പിക്സ്. ഇപ്പൊ ചില സ്പീച്ചിൽ പല പല കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ ഇപ്പം കൃഷിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ കൃഷി നശിക്കുന്നതിനെ പറ്റിയിട്ട് ഒരു സ്പീച്ച് എഴുതാൻ പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഫെർട്ടിലൈസേഴ്സിനെ പറ്റി പറയണം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിനെ പറ്റി പറയണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോയിന്റ്സ് തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സബ് ടോപ്പിക്സും ഡിസ്കസ് ചെയ്യാണ്ടാവും അല്ലെ. അപ്പോൾ ഫെർട്ടിലൈസേഴ്സ് എങ്ങനെയാണ് കൃഷിക്ക് പ്രശ്നമാവുന്നത്, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയാണ് കൃഷിക്ക് പ്രശ്നമാവുന്നത്, അങ്ങനെ ഓരോ സബ് ടോപ്പിക്സ് നിങ്ങൾക്ക് പറയാനുണ്ടാവും. സോ ഇങ്ങനത്തെ ടോപ്പിക്സ് ആയിട്ടും സബ് ടോപ്പിക്സ് ആയിട്ടും ഒക്കെ നമ്മുടെ കാര്യത്തെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എവിടെയാണ്, നമ്മുടെ ബോഡി ഓഫ് ദ പാരഗ്രാഫ് ബോഡി ഓഫ് ദ സ്പീച്ചിലാണ്. ആൻഡ് എസ്റ്റാബ്ലിഷ് യുവർ പോയിന്റ് യൂസിങ് എക്സാമ്പിൾസ്, റെഫറൻസ് ഓർ റെലവൻറ്റ് കോഡ്സ്. നിങ്ങൾക്ക് ഈ ഒരു ബോഡിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന വലിയ ആൾക്കാരെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കോഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് എക്സാമ്പിൾസും ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ പറയുന്ന കാര്യത്തെ ജസ്റ്റിഫൈ ചെയ്യാനൊക്കെ പറ്റുന്നത് എവിടെയാണ്, ബോഡി ഓഫ് ദ പാരഗ്രാഫിലാണ് നിങ്ങൾ അതൊക്കെ എഴുതേണ്ടത്. ഓക്കെ, ആൻഡ് പോസ് സം ക്വസ്റ്റ്യൻസ് ടു സെറ്റ് ദ ഓഡിയൻസ് തിങ്കിങ് ആൻഡ് ടു റീറ്റെയിൻ ദെയർ അറ്റൻഷൻ. ഇതെന്താണ്, നെസസറി ആയിട്ടുള്ള കാര്യമല്ല,
എന്തായാലും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇടക്കിടക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഓഡിയൻസിനോട് ചോദിക്കുന്നത് പോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, സ്പീച്ച് ഭയങ്കര രസമായില്ലേ. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വലിയ വലിയ നേതാക്കന്മാരുടെ സ്പീച്ച് ഒക്കെ കേൾക്കുമ്പോൾ 1948 എന്ത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് അവർ ചോദിക്കുന്നുണ്ടാവും അല്ലെ. സോ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അതും രസമായിട്ടുള്ള കാര്യമാണ്. ഇനി ബോഡി ഓഫ് ദ സ്പീച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകണം അല്ലെ. നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകണം. സോ ബൈ കൺക്ലൂഷൻ ആണ് അവസാനം വേണ്ടത് അല്ലെ. അപ്പൊ എല്ലാ കാര്യത്തിലും ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് സമ്മപ്പ് ചെയ്യാം. പുതിയ ഐഡിയാസ് ഒന്നും അല്ലെങ്കിൽ പുതിയ സബ് ടോപ്പിക് ഒന്നും കൺക്ലൂഷനിൽ കൊടുക്കരുത് കേട്ടോ. സോ എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ഓഡിയൻസിനെ നമ്മൾ താങ്ക് ചെയ്യണം. ഓക്കെ, സോ ഇൻ കൺക്ലൂഷൻ, ടു സം അപ്പ്, ഇൻ ക്ലോസിംഗ്, ആസ് വി കം ടു ദ എൻഡ്, ടു കൺക്ലൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്ത് ലാസ്റ്റ് ഓഡിയൻസിന് താങ്ക്സ് പറഞ്ഞു വേണം നിങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളുടെ ആക്ടിവിറ്റി 3 നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ദ പ്രസന്റ് വേൾഡ് ഫേസസ് മെനി ത്രെഡ്സ്. ഇന്നത്തെ നമ്മുടെ ലോകം ഒരുപാട് ഭീഷണികൾ നേരിടുന്നുണ്ട് അല്ലെ. ഒരുപാട് ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭീഷണികൾ. ഒരുപാട് ഭീഷണികൾ നേരിടുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് our ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് നേച്ചർ. നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക അല്ലെങ്കിൽ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. ഇമാജിൻ ദാറ്റ് യുവർ സ്കൂൾ നേച്ചർ ക്ലബ് ഈസ് ഓർഗനൈസിങ് an awareness program to protect nature. സോ നിങ്ങളോട് ഇമാജിൻ ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങളുടെ സ്കൂൾ നേച്ചർ ക്ലബ് അല്ലെ, സ്കൂളിലെ നേച്ചർ ക്ലബ്ബ് ഒരു അവയർനെസ് പ്രോഗ്രാമും നടത്താൻ വേണ്ടിയിട്ട്, നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്താണ്. ആൻഡ് പ്രിപ്പയർ എ സ്പീച്ച് ഫോർ ദ ഒക്കേഷൻ അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ടോപ്പിക്കിൽ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന സ്പീച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അത് തന്നെയാണ് ഇവിടെ ഫീച്ചേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ ഹൂ ഈസ് ദ സ്പീച്ച് അഡ്രസ് ടു, ആരോടാണ് നമ്മൾ സ്പീച്ച് പറയുന്നത്, അവരെ സ്റ്റാർട്ട് ചെയ്യണം. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞില്ലേ. ആൻഡ് വാട്ട് ഈസ് ദ സല്യൂട്ടേഷൻ, അത് തന്നെയാണ് സല്യൂട്ടേഷൻ കേട്ടോ. ഹൗ വിൽ യു ബിഗിൻ ദ സ്പീച്ച്, എങ്ങനെ ബിഗിൻ ചെയ്യണം. ആൻഡ് യു ക്യാൻ ബിഗിൻ യുവർ സ്പീച്ച് വിത്ത് എ കൊട്ടേഷൻ, വേണമെങ്കിൽ കൊട്ടേഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ആർ ദ ഐഡിയാസ് ദാറ്റ് യു വിഷ് ടു കൺവേ, പിന്നെ എന്തൊക്കെ ഐഡിയാസ് ആണോ പറയാനുള്ളത് അത് സീക്വൻസ് ചെയ്തിട്ട് അല്ലെ ഓർഡറിലാക്കിയിട്ട് എഴുതുക. എന്നിട്ട് ലാസ്റ്റ് നിങ്ങളുടെ സ്പീച്ച് കൺക്ലൂഡ് ചെയ്യുക. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ മിസ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് പോവാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഓൾ പ്രസന്റ് ഹിയർ. ബഹുമാന്യരായിട്ടുള്ള ടീച്ചറെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ വേദിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ പ്രസന്റ് ആയിട്ടുള്ള എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ അഭിസംബോധന ചെയ്യുന്നു. ടുഡേ ഐ സ്റ്റാൻഡ് ബിഫോർ യു ടു ടോക്ക് അബൌട്ട് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ്. ആ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് നേച്ചർ അല്ലെ, പ്രകൃതിയെ സംരക്ഷിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി, നമ്മുടെ കടമയെ പറ്റി പറയാനാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. നേച്ചർ ഈസ് എ പ്രഷ്യസ് ഗിഫ്റ്റ് ദാറ്റ് ഗിവ്സ് us everything we need to live അല്ലെ. നേച്ചർ എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് തരുന്ന എന്താണ്, യെസ് ഒരു ഗിഫ്റ്റ് ആണ് അല്ലെ. ദൈവം തന്ന ഒരു ഗിഫ്റ്റ് ആണ്. നേച്ചറിൽ പോയാൽ നമുക്ക് ഈ ഒരു ഭൂമിയിൽ മരണം വരെ ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടും. ഓക്കെ, air to breathe, water to drink, food to eat and beauty to enjoy. എന്തൊക്കെ കിട്ടും, നമുക്ക് ശ്വസിക്കാൻ വായു വേണം അല്ലെ, അത് നമുക്ക് പ്രകൃതിയിൽ നിന്നാണ് കിട്ടുന്നത്. വാട്ടർ ടു ഡ്രിങ്ക്, കുടിക്കാൻ വെള്ളം വേണം, അത് നമുക്ക് പ്രകൃതിയിൽ നിന്നാണ് കിട്ടുന്നത്. ഫുഡ് ടു ഈറ്റ് അല്ലെ, കഴിക്കാൻ ഭക്ഷണം വേണം, അതും നമുക്ക് പ്രകൃതിയിൽ നിന്നാണ് കിട്ടുന്നത്. ആൻഡ് നമുക്ക് എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു പ്രകൃതി ഇവിടെ ഉള്ളത്. But today this gift is in danger because of the harm we are causing to our environment അല്ലെ. പക്ഷെ ഈ ഒരു സമ്മാനം, പ്രകൃതി എന്ന ഈ ഒരു ഗിഫ്റ്റ് ഇപ്പോൾ ഡേഞ്ചറിലാണ്, എന്ന് വെച്ചാൽ അപകടത്തിലാണ്. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താടാ, അപകടത്തിലാണ് അല്ലെ. കാരണം because of the harm we are causing to our environment, നമ്മുടെ പ്രകൃതിക്ക് അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിക്ക് നമ്മൾ ചെയ്യുന്ന ദോഷങ്ങൾ കാരണം ഇപ്പൊ നമ്മുടെ നേച്ചർ, ആ ഒരു ഗിഫ്റ്റ് ആയിട്ടുള്ള നേച്ചർ ഇപ്പൊ വളരെ അപകടത്തിലാണുള്ളത്. Forests are being destroyed, rivers are polluted and many animals are losing their homes അല്ലെ. അപ്പൊ ഫോറസ്റ്റുകൾ അല്ലെ, കാടുകളൊക്കെ നശിപ്പിച്ചു, നദികളൊക്കെ പൊല്യൂട്ടഡ് ആക്കി, മലിനീകരിച്ചു. ആൻഡ് മെനി ആനിമൽസ് ആർ ലോസിങ് ദെയർ ഹോംസ് അല്ലെ. ഒരുപാട് ആനിമൽസിന് എന്ത് ചെയ്യാണ്, അവരുടെ വീട് നഷ്ടപ്പെടുക. നമ്മളെ കാടും മലയൊക്കെ വെട്ടിത്തെളിച്ചു കഴിഞ്ഞാൽ അവിടെ ജീവിക്കുന്ന ആനിമൽസിന് അവരുടെ ജീവനും ജീവിതവും ഒക്കെ നഷ്ടപ്പെടുകയാണ്. Factories and vehicles release harmful gases that make the air dirty. അപ്പോൾ നമ്മുടെ ഫാക്ടറീസിൽ നിന്നും നമ്മുടെ വെഹിക്കിൾസിൽ നിന്നും ഒക്കെ വരുന്ന ആ ഒരു മലിന പുക കാരണം, ഹാംഫുൾ ഗ്യാസസ് കാരണം നമ്മുടെ എയർ ഒക്കെ
വൃത്തികേടായിക്കൊണ്ട് അല്ലെങ്കിൽ മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് വേസ്റ്റ് ഈസ് ചോക്കിംഗ് അവർ സീസ് ആൻഡ് കില്ലിംഗ് മറൈൻ ലൈഫ്. അല്ലെ, നമ്മൾ കടലിൽ കൊണ്ട് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടുന്നത് കാരണം എന്ത് ചെയ്യാണ്, സീസിനെ ചോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിക്കാന്നാണ് കേട്ടോ. എന്തെങ്കിലും തൊണ്ടയിൽ തടയുന്നത് പോലെ തോന്നുന്നതിനെയാണ് നമ്മൾ ചോക്കിംഗ് എന്ന് പറയുന്നത്. സോ നമ്മുടെ കടലിനെ ശ്വാസം മുട്ടിച്ച് നമ്മുടെ മെറൈൻ ലൈഫിനെ തന്നെ കൊല്ലുകയാണ്. അപ്പൊ പ്ലാസ്റ്റിക് ഭയങ്കര ഒരു വില്ലനാണ്. And if we continue like this, our earth will not remain a safe place for us to live. അല്ലെ, അപ്പൊ നമ്മൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടർന്നുകൊണ്ടിരുന്നാൽ our earth will not remain a safe place for us to live. അല്ലെ, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ് പ്ലേസ് ആയിട്ട്, ഒരു സുരക്ഷിത സ്ഥലമായിട്ട് ഒരിക്കലും എന്തുണ്ടാവില്ല, യെസ്, നമ്മുടെ ഭൂമി ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല എന്നാണ്. And it's our responsibility to protect nature. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, നമ്മുടെ ഉത്തരവാദിത്വമാണ് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത്. And we can start by planting trees, saving water and avoiding the use of plastic. So നമുക്ക് അതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം അല്ലെ, പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. We can start by planting trees. നമുക്ക് ട്രീസ് പ്ലാന്റ് ചെയ്യാം അല്ലെ, മരം നട്ട് വളർത്താം. സേവിങ് വാട്ടർ, ജലം സംരക്ഷിക്കാം അല്ലെ, ജലത്തിനെ പാഴാക്കാതെ സംരക്ഷിക്കാം. ആൻഡ് അവോയ്ഡിങ് ദി യൂസ് ഓഫ് പ്ലാസ്റ്റിക്കിന്റെ യൂസ് ഒക്കെ കുറയ്ക്കാം. ആൻഡ് കീപ്പിംഗ് അവർ സറൗണ്ടിങ്സ് ക്ലീൻ ആൻഡ് ഷോയിങ് കൈൻഡ്നസ് ടു ആനിമൽസ് ആർ ഓൾസോ സിമ്പിൾ വേസ് ടു ഹെൽപ്പ്. അല്ലെ, അപ്പൊ നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ക്ലീൻ ആയി വൃത്തിയായി വെക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ മൃഗങ്ങളോട്, നമ്മുടെ ചുറ്റുമുള്ള മൃഗങ്ങളോട് വളരെ ദയയോടെ കൈൻഡ്നസോടെ പെരുമാറുന്നതും ഒക്കെ നമ്മുടെ പ്രകൃതിയെ പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് എവറി സ്മോൾ എഫേർട്ട് കൗണ്ട്സ്. അല്ലെ, ഓരോ നമ്മുടെ ചെറിയ ചെറിയ ശ്രമങ്ങളും എന്താണ്, കൗണ്ട്സ്. അല്ലെ, അതും എണ്ണപ്പെടുന്നുണ്ട്. ഓക്കെ, അത് എന്താണ്, അത് ഈ ഒരു നേച്ചറിലെ മാറ്റം വരുത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെറിയ കാര്യമാണെന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കരുത്. നമ്മൾ ഓരോ ചെറിയ പരിശ്രമങ്ങളും എന്താണ്, എണ്ണത്തിൽ എടുക്കുന്നുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ അത് നമുക്ക് യൂസ്ഫുൾ ആയി വരുന്നുണ്ട്. ആൻഡ് ഇഫ് ഈച്ച് ഓഫ് us make an effort, we can bring a big change. അല്ലെ, നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുകയാണ്, പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുകയാണെങ്കിൽ we can bring a big change, നമുക്ക് വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരാൻ കഴിയും. And our planet is like our home. നമ്മുടെ പ്രകൃതി, നമ്മുടെ നമ്മുടെ ഗ്രഹം എന്ന് പറയുന്നത്, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ വീടാണ് എന്ന് വിചാരിക്കാം. And we must take care of it just as we care for our family and friends. അല്ലെ, അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യണം, നമ്മുടെ കുടുംബവും സുഹൃത്തുക്കള് എന്ന പോലെ അവരെ നമ്മൾ കെയർ ചെയ്യണം, നമ്മുടെ ഭൂമിനെ നമ്മൾ കെയർ ചെയ്യണം. ലെറ്റ് us promise today to do our part to protect nature. സോ നമുക്ക് ഇന്നൊരു പ്രോമിസ് എടുക്കാം, നമുക്ക് ഇന്ന് തന്നെ ഒരു പ്രതിജ്ഞ അല്ലെങ്കിൽ ഒരു സത്യം ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പാർട്ട് നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നമ്മുടെ പാർട്ട് നമ്മൾ ചെയ്തിരിക്കും എന്നുള്ളത് നമുക്ക് പ്രോമിസ് ചെയ്യാം. ആൻഡ് ലെറ്റ് us also spread this message to everyone we meet, because together we can make our world green and beautiful again. അല്ലെ, ആൻഡ് അത് മാത്രമല്ല, നമ്മൾ ആരൊക്കെ കാണുന്നോ അല്ലെങ്കിൽ നമ്മൾ ആരെ കണ്ടാലും അവരിലേക്ക് നമുക്ക് ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു ആശയം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അല്ലെ, അവരിലേക്കും ഈ ഒരു ആശയം എത്തിക്കാൻ വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാം. ആൻഡ് we can make our world green and beautiful again. നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നമ്മുടെ പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ ഗ്രീനും ബ്യൂട്ടിഫുള്ളും ആയിട്ട് മാറ്റാം. താങ്ക് യു എന്ന് പറഞ്ഞ് എൻ്റെ മക്കൾക്ക് ഈ ഒരു സ്പീച്ച് എൻഡ് ചെയ്യാം. സോ നിങ്ങളോട് നേച്ചറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതിന് കൾട്ടിവേഷനെ പറ്റിയിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇതുപോലത്തെ ഒരു ടോപ്പിക്കിൽ നിന്നും നിങ്ങളോട് എന്തായാലും ഒരു സ്പീച്ച് ചോദിക്കുന്നതാണ്. സോ സ്പീച്ച് ഇനി സൂപ്പർ ഈസിയാണ്. സോ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് വന്നാൽ ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യണം. സോ ഇനിയും നമുക്ക് വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.